ടി.പി. ജയേന്ദ്രൻ മാസ്റ്റർ 30 സെക്കൻഡ് പറഞ്ഞ് അവസാനിപ്പിക്കും. അല്ല, താങ്കൾ ചോദിച്ചത് കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ചോദ്യമാണ്. സഖ്യപർവ്വതത്തിന് ഇപ്പുറത്ത് കേരളം അറിയപ്പെട്ടത് മതസൗഹാർദ്ദത്തിന്റെയും വർഗീയ ശക്തികളെ അകറ്റി നിർത്തിയ മണ്ണ് എന്ന പേരിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആവാം കേരളം ആ അർത്ഥത്തിൽ മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ നോക്കൂ, ഈ മുസ്ലിം ലീഗിനെ പോലും ഉത്തരേന്ത്യയിലെ മുസ്ലിം ജനസാമാന്യം അംഗീകരിച്ചിട്ടില്ല. വയനാട് തെരഞ്ഞെടുപ്പിന് വന്നപ്പോ രാഹുൽ ഗാന്ധി പോലും ലീഗിന്റെ പതാക ഹറാമാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്ന ഒരു രാഷ്ട്രീയ കാലം. പറഞ്ഞോളൂ. ആ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, ഇവിടെ നിങ്ങൾ നോക്കൂ, കേരളത്തിലെ 2 മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തിരിച്ചറിയേണ്ടത്, കേരളത്തിൽ ഈ 2 കക്ഷികളും ഒരു കാലഘട്ടത്തിൽ പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരുന്നു. അവർക്ക് കേരളത്തെ മൊത്തത്തിൽ കൈകാര്യം ചെയ്യാനും ഭരണത്തിലാടാനുമുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ ഈ 2 ശക്തികളും കേരളത്തിൽ ദുർബലമായിരിക്കുന്നു. കൃഷ്ണരാജ്, 2 ശക്തികളും ഇന്ന് ദുർബലമായപ്പോൾ ആ ഗ്യാപ്പിലേക്ക് വളർന്നു വന്നത് വർഗീയ വിധ്വംസക ശക്തികളാണ്. BJP യെ തള്ളി പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു, അവരുടെ വാദത്തെ. പക്ഷെ അവർക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് ഈ ചർച്ചയിലല്ല, അവർ സ്വയം ചോദിക്കേണ്ടത്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ നിയന്ത്രിച്ചിരുന്ന 2 മുന്നണികളും മതമൗലികവാദികളുടെ വളർച്ചയിൽ ആശങ്കാകുലരാണോ? ഈ വളർച്ചയിൽ നിങ്ങൾക്ക് ഇരുകൂട്ടർക്കും പങ്കില്ലേ? നിങ്ങൾ ഇരുകൂട്ടരെയും സാന്ദർഭികമായി നൽകിയ ആനുകൂല്യങ്ങളും സഹകരണ മനോഭാവവും അവർ നിങ്ങളെ ദുർബലപ്പെടുത്താനും കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാനും എത്തിയിരിക്കുന്നു. കേരളത്തിൽ മാറി മാറി 2 കൂട്ടരും ഈ വർഗീയ ശക്തികളുമായി ഉണ്ടാക്കിയ ചങ്ങാത്തം കേരളത്തിൽ അവർ വളരുകയും ശരി, കോൺഗ്രസും ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടപെടുകയാണ്. പ്രിയപ്പെട്ട വി.ഡി. സതീശൻ, ഇനിയെങ്കിലും അങ്ങ് മതേതരത്വം എന്ന് പറയാതിരിക്കുക.